കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, അവൻ എന്തിനാണ് വാഗ്ദാനം? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര പ്രഗത്ഭമാണ്, എത്ര മഹത്വമാണ്. എന്തിനാണ് ദൈവം മനുഷ്യർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്? തൻ്റെ മഹിമയെ, തൻ്റെ തേജസ്സിൻ്റെ, തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനാണ് ദൈവം വാഗ്ദാനം കൊടുത്തത്. ഞാൻ വിശ്വസ്തനാണ്, ഞാൻ ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ ഞാൻ നിവർത്തിക്കും. ദൈവം മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം, പരിശുദ്ധ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ആദ്യം ലഭിക്കുന്നത് നോഹയ്ക്കാണ്. നോഹയ്ക്ക് ദൈവം വാഗ്ദാനം കൊടുക്കുന്നത് എന്താണ്? ദൈവം വാഗ്ദാനം കൊടുത്തത്, ഞാൻ ഭൂമിയെ ഇനി നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച്, മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി. അവിടെ വച്ച് ദൈവം മനുഷ്യൻ്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും താൻ കൽപ്പിച്ചതൊന്നും അവന് നിവർത്തിക്കാൻ സാധിക്കാതെ ദൈവത്തിന് എഗനിസ്റ്റായിട്ട്, ദൈവത്തിന് വിരോധമായിട്ട് അവൻ ചെയ്ത്, ദൈവത്തിന് വിരോധമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പ്രേരണയാൽ അവൻ പാപം ചെയ്ത് അവൻ തോട്ടത്തിന് പുറത്തായി. അവിടെ നിന്ന് അവൻ കഷ്ടപ്പെട്ട് വേദനിച്ച് കഷ്ടപ്പെട്ട് അവൻ ജോലി ചെയ്ത് അവൻ്റെ വംശപരം. എന്നാൽ ദൈവം അവന് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം നീ ഭൂമിയെ നീ അവകാശമാക്കും, നീ മൾട്ടിപ്ലൈ, നീ അവകാശമാക്കും, നീ പെരുകി, നീ ഭൂമിയെ അവകാശമാക്കുക. അവൻ അത് തുടർന്ന് ഏതൊരു തോട്ടത്തിൻ്റെ പുറത്തു പോയി അവൻ ചെയ്തതാണ്. അവൻ പെരുകി അവൻ വന്നു കഴിഞ്ഞ് അവസാനം ദൈവം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലം പ്രവർത്തിക്കുകയില്ല. കാരണം അവൻ ഫ്ലഷാണ്, അവൻ ജഡികനാണ്. അതുകൊണ്ട് എൻ്റെ ആത്മാവ് അവനിൽ സദാകാലം പ്രവർത്തിക്കുകയില്ല. എൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. പിന്നെ ദൈവം പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം ദുഃഖിച്ചു, എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മനുഷ്യൻ്റെ കാരണമെന്താ? മനുഷ്യൻ്റെ ആലോചനകളും അവൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം പാപപരവും ദുഷ്ടവും അനീതിയും നിറഞ്ഞ ഒരു ചിന്തയ്ക്ക് വിധേയനായി. അതെന്തുകൊണ്ട് അങ്ങനെയാണ് സാധിച്ചത്? കാര്യം അവൻ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയോ അവനിൽ ജീവിക്കുവാനോ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ ജീവിക്കാനോ ഒന്നും അവൻ സാത്താൻ്റെ ഒരു ബന്ധുവായിട്ടാണ് അവൻ പിന്നീട് ജീവിച്ചത്. നമുക്ക് പരിശുദ്ധ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം കണ്ടു, നോഹയോട് പറയുന്നുണ്ട്, ജനം മുഴുവനും അനീതിയും അക്രമവും ദോഷവും നിറഞ്ഞ ഒരു ജനതയാണ്. ഞാൻ ഈ ജനതയെ നശിപ്പിക്കും, അതിന് യാതൊരു സംശയമില്ല. അങ്ങനെയാണ് ദൈവം ഒരു പ്രളയം കൊണ്ട് ഭൂമിയെ സമസ്തം നശിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആ ഭീകരത കണ്ട് യഹോവയായി ദൈവം പിന്നെ പറഞ്ഞു, ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല. ഞാനൊരു വാഗ്ദാനമുണ്ട്. എന്നിട്ട് ദൈവം എന്താണ് കൊടുത്തതെന്ന് അറിയുന്നു. ദൈവം തൻ്റെ വില്ല് മേഘങ്ങൾക്ക് വെച്ചു. നമ്മൾ ഇന്ന് മഴവില്ല് കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഇത് മഴവില്ല് കാണുന്നതിൽ നിന്ന് അത്ഭുതം ധരിക്കുന്നു. മഴത്തുള്ളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിൻ്റെ വർണ്ണങ്ങൾ പ്രകടിപ്പിക്കും. ഈ വർണ്ണങ്ങൾ കൊടുത്തത് ആരാണ്? അതിൻ്റെ ഉള്ളിൽ പ്രകാശത്തിൻ്റെ വർണ്ണങ്ങളിലാണല്ലോ. പ്രകാശത്തിൻ്റെ വർണ്ണങ്ങൾ കൊടുക്കാൻ മനുഷ്യന് കഴിയുമോ? മനുഷ്യന് കൊടുക്കുമോ? പ്രകാശത്തിലിരിക്കുന്ന വർണ്ണങ്ങളെ വിഭജിക്കാൻ മനുഷ്യൻ കഴിയും. പ്രകാശത്തിൽ ആ ജലത്തുള്ളിൽ ഇരിക്കുന്ന പ്രകാശത്തെ കൊടുക്കുവാൻ മനുഷ്യന് കഴിയില്ലല്ലോ. അത് കഴിയത്തില്ല. അത് ദൈവം കൊടുത്തതാണ്. ദൈവം അന്തരീക്ഷത്തിലിരിക്കുന്ന ജലകണികളിൽ നിന്നും പ്രകാശത്തെ പരത്തി. ജലകണികൾ ഇനി വെള്ളം താഴേക്ക് വീഴുകയില്ല, ഇനി പ്രകാശമായിരിക്കും. ഇനി അങ്ങനെ ഒരു സംഭവം നടക്കുകയില്ല. ദൈവം തൻ്റെ വില്ല് മേഘങ്ങളുടെ മേൽ വെച്ച് എന്ന് ഞാൻ പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി. നമുക്ക് കാണുന്നുണ്ട്, പ്രസക്തി കാണുന്നുണ്ട്. പക്ഷേ ആ വെള്ളത്തിൽ, ആ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രകാശത്തിൻ്റെ വർണ്ണങ്ങളുടെ രാശിയെ അത് മനുഷ്യൻ കൊടുത്തില്ല, അത് ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്. അതാണ് ദൈവം പറഞ്ഞ്, ഇനി ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ പിന്നെയും നമുക്ക് നോക്കൂ, പിന്നെ ജനങ്ങളെല്ലാം പെറ്റി എങ്ങനെ 8 വ്യക്തികളിൽ നിന്നും കുറേ ജീവജാലങ്ങളിൽ നിന്നും ഉണ്ടായ വംശം പിന്നെയും പെറ്റി പിന്നെ അവർ ചെയ്തത് എന്താണെന്ന്
ദൈവം ഇത്ര വലിയൊരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെയും മനുഷ്യൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ നോക്ക്. ദൈവം പിന്നെ മനുഷ്യൻ പെരുകി അവർ കൂടി പിന്നെ അവർ ചെയ്യുന്നത് എന്താണ്? വരുവിൻ, നമുക്കൊരുമിച്ച് ജീവിക്കാം. നമ്മളിനെ ചിന്നിപ്പോകരുത്, ചിതറിപ്പോകരുത്. നമുക്കൊരുമിച്ച് ജീവിക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഗോപുരം ഉണ്ടാക്കാം. നമുക്കറിയാമല്ലോ ബാബേൽ ഗോപുരത്തിന് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 13-ാം അധ്യായത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ബാബേൽ ഗോപുരത്തിൻ്റെത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിച്ചപ്പോൾ നമുക്കവിടെ ഒരു ഗോപുരം പണിയുന്നത് കാണാം. മനുഷ്യരെല്ലാം കൂടെ ഒത്തുകുരുമി ഒരു വലിയൊരു ഗോപുരം പണിയുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഗോപുരം പണിയുന്നതിൽ ആ ദൈവത്തിൻ്റെ പ്രവർത്തനം അതല്ല, മനുഷ്യൻ്റെ ശക്തി. അവർ പിന്നീട് പറയുന്നുണ്ട് നമുക്കെന്തും ചെയ്യാൻ സാധിക്കും, നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് ബലമുണ്ട്, നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നൊരു ധൈര്യം മനുഷ്യനുണ്ടായി. ഇന്നും മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് നടക്കുന്നത്. ഏതാണ്ട് ഈ നോഹയുടെ കാലവും ഈ ബാബേൽ ടൗരത്തിൻ്റെ കാലമൊന്നും ബൈബിളിൽ പ്രസിദ്ധമായ ലേഖനങ്ങളിലൊന്നും അതിൻ്റെ സമയത്തോ കാലത്തോ നിങ്ങൾ അബ്രഹാമിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുക 2200 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിൻ്റെ ജനനം മുതലാണ് പറയുന്നത്. പക്ഷേ ജലപ്രളയത്തിനെക്കുറിച്ച് എന്നാണ് പ്രളയം ഉണ്ടായതെന്ന് കാലഘട്ടം വ്യക്തമായിട്ട് കാണുന്നില്ല. എങ്കിലും ദൈവം നിർമ്മിച്ചതായ ആ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ അരാറാത്തു പർവ്വതത്തിൻ്റെ പ്രദേശങ്ങളിൽ നിന്നും കണ്ടുകെട്ടായിട്ട് ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ സംഭവങ്ങളൊക്കെ എത്ര വലുതാണെന്ന് കാണുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എത്ര മഹത്തരമാണെന്ന് നോക്കൂ. മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യൻ ദൈവത്തിൻ്റെ വഴിയിൽ തെറ്റിപ്പോയി. അവൻ പിന്നെയും ദൈവത്തിൻ്റെ വഴിയിലൂടെ പിന്നെയും അവന് സഞ്ചരിക്കുവാനുള്ള പ്രവണതയല്ല പിന്നെയും വന്നത്. പിന്നെയും അവൻ ഗോപുരം പണിയുവാനും ദൈവം കണ്ടെത്തുമ്പോഴേക്ക് വന്ന് അപ്പോൾ ദൈവം മനുഷ്യനെല്ലാം ചെയ്യാൻ സാധിക്കും. മനുഷ്യന് ദൈവത്തെ കൂടാതെ എല്ലാം സാധിക്കും എന്നാണ് ദൈവം മനസ്സിലാക്കിയത്. അതുകൊണ്ട് എന്താണ് അവൻ ഉണ്ടായത്? ദൈവത്തെ കൂടാതെ മനുഷ്യൻ എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുമോ? ദൈവത്തെ കൂടാതെ പ്രവർത്തിക്കുന്നത് ആരാണ്? നമുക്കറിയാം. ദൈവത്തെ കൂടാതെ പ്രവർത്തിക്കുക, ദൈവത്തിനോട് സമനാകാനും ദൈവത്തിനോട് തുല്യനാകാനും ഒക്കെ ശ്രമിച്ച ഒരു വ്യക്തി നമുക്കറിയാം. അത് മറ്റാരുമല്ല, സാത്താൻ തന്നെ. അവൻ പറയുന്നത് എന്താണെന്ന് ഐസയ പ്രവാചകൻ 14-ാം അധ്യായം 13-ാം അധ്യായത്തിൽ അവൻ പറയുന്നത് എന്താണ്? ഞാൻ സ്വർഗത്തിൽ കയറും, ദൈവത്തിൻ്റെ വാസസ്ഥലമായി സ്വർഗത്തിൽ ഞാൻ കയറുമെന്നാണ് അവൻ പറയുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തികൾ സമാഗമന പർവ്വതത്തിൽ മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിലേക്ക് തന്നെ വീഴും. ദൈവത്തോട് സമനാകാനും ദൈവത്തിനോട് തുല്യനാകാനും ദൈവത്തെ എതിർക്കാനും ശ്രമിച്ച സാത്താൻ്റെ പതനം എന്താണ്? ആ സാത്താൻ്റെ പ്രവർത്തനമല്ലേ പിന്നെയും മനുഷ്യൻ ചെയ്യുന്നത്? തൻ്റെ അധികാരങ്ങളും ശക്തിയും അധികാരവും സ്ഥാനവും മാനവും പ്രതാപം കൊണ്ട് അവൻ ഉയർത്തുന്ന ഗോപുരങ്ങൾ. അവൻ ഉയർത്തുന്ന ഗോപുരങ്ങളുടെ അന്ത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതൊരിക്കലും അതൊരു സക്സസ് ആകാൻ സാധിക്കുകയില്ല. അത് താഴെ വീണേ മതിയാവും. ദൈവമില്ലാതെ പ്രവർത്തിക്കുന്നത് എന്തും അതിൻ്റെ അന്ത്യം നാശകരമായിരിക്കും. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ തന്നെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ നീ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഇവിടെ നീ പാറമേൽ അടിസ്ഥാനമിടുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ അടിസ്ഥാനമിടുക എന്നർത്ഥം. നീ പാറമേൽ അടിസ്ഥാനമിട്ടാൽ അതൊരിക്കലും ഇളകുകയില്ല. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നോട്ടെ അത് നശിക്കുകയില്ല, അത് ഉറച്ചു നിൽക്കും. കാര്യം അതിൻ്റെ അടിസ്ഥാനം പാറമേലാണ്, ദൈവത്തിലാണ് ഉറച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനം നമ്മൾ എന്ത് പ്രവർത്തിച്ചോട്ടെ നമ്മൾക്ക് അധികാരവും ശക്തിയും ബലവും എല്ലാം ദൈവം തന്നതാണ്. നിനക്ക് തന്ന ദാനം ദൈവം തന്ന ദാനമല്ലാതെ ഈ സാത്താൻ ഇത്ര വലിയ ശക്തിയുള്ളവനുമാണെങ്കിൽ അവൻ ഈ ശക്തിയെല്ലാം കൊടുത്തതാനാണ്, ദൈവമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം നമ്മൾ വായിക്കും. സാത്താൻ്റെ ഒരു പതനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് അധികാരങ്ങൾ, അവന് സ്ഥാനവും മാനവും എല്ലാം കൊടുത്തിട്ട് അതെല്ലാം അവൻ വഷളാക്കി. അതിനെല്ലാം വഷളാക്കിയിട്ട് ദൈവം അവന് നാശകൂപത്തിലേക്ക് തെളിക്കുന്നത് കണ്ടു. അവൻ നാശകൂപത്തിലേക്ക് വന്നിട്ട് ആ സാത്താൻ
അവൻ്റെ ചിന്തകൾക്കും അവൻ്റെ ആലോചനകളും അവൻ്റെ സ്വപ്നങ്ങൾക്കുമെല്ലാം അവൻ കൈകടത്തി മനുഷ്യനെ അവൻ്റെ ബന്ധുവാക്കാനാണ് ശ്രമിക്കുന്നത്. അത് നമുക്കറിയണം. ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, എനിക്ക് മനസ്സാക്ഷിയില്ലാതെ എൻ്റെ അധികാരങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം ഞാൻ പ്രയോഗിക്കുമ്പോൾ, ഞാൻ സ്വാർത്ഥമായിട്ട് ഉപയോഗിക്കുമ്പോഴും, എനിക്ക് മറ്റുള്ളവനെ ദ്രോഹിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ദൈവഭയത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ അവൻ സാത്താൻ അല്ല അവൻ കൂട്ടാളിയാകുന്നത്, ദൈവത്തിന് കൂട്ടാളിയാകാണ് ചെയ്യുന്നത്. നോക്ക്, ഇതെല്ലാം കഴിച്ചിട്ട് ദൈവം ഇതിന് ശേഷം ദൈവം ഒരു വലിയൊരു ദാസനെ വിളിച്ചു. ദൈവമില്ലാത്ത പ്രവൃത്തി എല്ലാം ചെയ്ത് അതെല്ലാം കഴിച്ചിട്ട് ദൈവം ഒരു ദാസനെ വിളിച്ചു. നമുക്കറിയാം, അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറയുന്നതാണ്, നീ നിൻ്റെ ചാർച്ചക്കാരിയും നിൻ്റെ ദേശത്തെയും നിൻ്റെ നാടും എല്ലാം വിട്ട് ഞാൻ നിന്നോട് കൽപ്പിച്ച ദേശത്തേക്ക് നീ പോവുക എന്ന് പറഞ്ഞു. അബ്രഹാം മറ്റൊന്നും ചിന്തിച്ചില്ല. അതെല്ലാം വിട്ടിറങ്ങി ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അബ്രഹാം ദൈവം കാണിച്ച സ്ഥലത്തേക്ക് അവൻ താമസിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ ദാസനാണ്. അവൻ ദൈവത്തിൻ്റെ ദാസനായിട്ടവൻ ദൈവം പറഞ്ഞ എല്ലാ പ്രവൃത്തികൾക്കും അവൻ പ്രവർത്തിച്ചു. അവൻ ഒന്നുപോലും വിടാതെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, ദൈവം പാപികളെയും നീതിമാനാക്കാൻ തക്കവണ്ണം നീതിമാനാണ് ദൈവം എന്നാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ച് കൊണ്ട് അവനൊരു നീതിമാനായിട്ട് ദൈവം കണക്കിട്ടു. അവൻ ദൈവത്തിൻ്റെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനായി. അതുകൊണ്ടല്ലേ ദൈവം സൊദോം ഗോമോറയെ നശിപ്പിക്കാൻ വന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് ചോദിച്ചത്, ഞാൻ സൊദോം ഗോമോറയെ നശിപ്പിക്കാൻ പോവുകയാണ്. അവിടെ ഉണ്ടാകുന്ന വാഗ്ദാനങ്ങളെല്ലാം അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമുക്ക് വായിക്കാൻ സാധിക്കും. സൊദോം ഗോമോറയുടെ അന്ത്യം. ഞാൻ സൊദോം ഗോമോറ അപ്പോൾ അബ്രഹാം വിചാരിക്കണം, ദൈവമേ നീതിമാന്മാരെ കൂടെ നശിപ്പിക്കൂ. പിന്നീട് അബ്രഹാമിന് മനസ്സിലാക്കി, അവിടെ ഒരു നീതിമാൻ പോലും അവിടെ ഇല്ലെന്ന് അബ്രഹാമിന് മനസ്സിലായി. ഒരു നീതിമാൻ പോലും അവിടെ ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ ആ നിർദ്ദേശപ്രകാരം ചെയ്ത പ്രവർത്തികളെല്ലാം അബ്രഹാമിന് കാണാൻ സാധിച്ചു. ഹല്ലേലൂയ, 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 പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് കൊടുത്തത്. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചില്ലേ? അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചെന്താണ് ചെയ്തത്? അബ്രഹാമിന് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് അബ്രഹാമിനെ വിളിച്ചിട്ട് നിർത്തി. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം ഏറ്റവും നമ്മൾ വാഗ്ദാനം എന്ന് പറയും, ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് നാം പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ് പറയുന്നത്. അബ്രഹാം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2 മുതൽ 4 വരെ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ദൈവം അനുഗ്രഹം അബ്രഹാമിന് കൊടുത്ത അവിടുത്തെ വാഗ്ദാനമാണ് ഇതെല്ലാം കൊടുത്തത്. ഈ വാഗ്ദാനങ്ങളെല്ലാം അബ്രഹാം വിശ്വസിപ്പിക്കാത്ത രീതിയിൽ ദൈവം അവനെ മനസ്സിലാക്കി കൊടുത്തു. അതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഉൽപ്പത്തി പുസ്തകങ്ങളും പുറപ്പാട് പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവർ ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുമ്പോൾ യഹോവയായ ദൈവം സ്വർഗത്തിലിരുന്ന് എന്താണ് ചെയ്തത്? താൻ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം അവന് ഓർമ്മ വന്നു എന്നാണ് പറയുന്നത്. 400 വർഷങ്ങൾക്ക് ശേഷം അതെല്ലാം പറഞ്ഞിരുന്നു, നിന്റെ ജനത നിന്റെ സന്തതി പരമ്പര 400 വർഷം അവിടെ കഷ്ടപ്പെടും, അതിനുശേഷം ഞാൻ അവർക്ക് എൻ്റെ നീ ഇന്ന് താമസിക്കുന്ന വാഗ്ദാനം ഞാൻ അവർക്ക് കൊടുക്കും. ദൈവം അവർ കഷ്ടപ്പെടുന്നതല്ല ചെയ്യുന്നത്. ദൈവം തൻ്റെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനമാണ് കർത്താവ് യഹോവയായ ദൈവം ഓർമ്മിച്ച് അവർക്ക് കൊടുക്കുന്നത്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. എബ്രഹാമിലൂടെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടു. ദൈവം കൊടുത്ത വാഗ്ദാനം അതാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവം കൊടുത്ത വാഗ്ദാനം ദൈവം നിവർത്തിക്കും. അതുപോലെ തന്നെ ദൈവം യോനയിലൂടെ നിനവേ പട്ടണം നശിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുപോയി. യോനി അവിടേക്ക് ദൈവം അവിടെ അതും കാരണം എന്താണ്? ദുഃഖം. അവിടെ അനീതിയും അക്രമവും പാപവും പെരുകിയ ജനതയെ നശിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു യഹോവയായ ദൈവം. ഭൂമിയെ ഒരിക്കലും പൂർണ്ണമായി നശിപ്പിക്കില്ലെങ്കിലും പാപവും അനീതിയും അക്രമവും ചെയ്ത ദുഷ്ടത പെരുകിയ പ്രദേശങ്ങളെ ദൈവം നശിപ്പിക്കുക തന്നെ ചെയ്തു. അതിനുവേണ്ടിയാണ് ദൈവം
യോനയെ അവിടേക്ക് അയച്ചത്. പക്ഷേ അവിടുത്തെ ജനങ്ങളോ അവർ പശ്ചാത്തപിച്ച് യഹോവയായ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവം അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ പ്രവൃത്തികളെ മാറ്റി നിർത്തി. യഹോവയായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതങ്ങനെയാണ്. അതിനുശേഷം അവനുശേഷം ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടും ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് കൽപ്പിച്ചതാണ്. അവരോട് കൽപ്പിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവം എന്താണ് അവരോട് സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ദൈവത്തിൽ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ ദൈവിക ചിന്തകളോ അവൻ്റെ ചിന്തകൾ എപ്പോഴും അനർത്ഥവും ദുഃഖവും നിറഞ്ഞുള്ളതായിരുന്നു. ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു പ്രവൃത്തികളാണുള്ളത്. ദൈവം പ്രവാചകന്മാരിലൂടെ എന്തൊക്കെയാണ് ദൈവം പറയുന്നത്? പ്രവാചകന്മാരിലൂടെ എന്താണ്? യഹോവ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നുണ്ട്. 700 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച പ്രവാചകൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. പ്രവാചകൻ്റെ പുസ്തകം, ഐസയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം അധ്യായം പറഞ്ഞ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിട്ട് നിങ്ങളുടെ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന പ്രവണത എന്താണ്? പാപം. ഹല്ലേലൂയ, 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 പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കാര്യം ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ തെറ്റിൽ തന്നെ അങ്ങനെ ജീവിച്ചു കഴിയുമ്പോഴത്തേക്ക് അവൻ ദൈവത്തിലേക്ക് എടുക്കാൻ അവന് കുറച്ച് വിഷമം തോന്നും. എടാ, ഞാൻ എന്തെല്ലാമാണ് ചെയ്തത്, എന്തെല്ലാം അക്രമങ്ങളും ദൈവമില്ലാത്ത പ്രവൃത്തിയും മനസ്സിലില്ലാത്ത പ്രവൃത്തിയുമാണല്ലോ ഞാൻ ചെയ്തത്. അവൻ്റെ മനസ്സാക്ഷി അവനോട് ശ്രമിക്കുമ്പോൾ ദൈവത്തോട് അടുക്കാൻ അവന് ഇന്നും ദൈവത്തിൻ്റെ ഈ കൽപ്പനകളും പ്രമാണങ്ങളും ഇന്നും പ്രാബല്യത്തിലുണ്ട്. ഇന്നും അനേകം ആളുകൾ തൻ്റെ അക്രമത്തിലും അനീതിയിലും ദൈവമില്ലാത്ത പ്രവൃത്തിയിൽ ജീവിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ വിളിച്ചത് ഇപ്പോഴും അത് പ്രാബല്യത്തിൽ വന്നുണ്ട്. നിന്റെ പാപം കളിച്ചുമപ്പായാൽ നീ കർത്താവിൻ്റെ അടുത്തേക്ക് വരുക. നിന്റെ പാപം ഒരിക്കലും ഒരു തടസ്സമായിരിക്കില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ നിന്റെ പാപം ഒരിക്കലും ഒരു തടസ്സമല്ല. നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് വാ. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ നിന്റെ പാപം എത്ര കടിഞ്ചുപ്പാണെന്ന് നിനക്ക് അറിയാം. അതൊരു പ്രശ്നമല്ല. നീ വാ. ഐശായ പ്രവാചകൻ 43-ാം അധ്യായം 25-ാം അധ്യായത്തിൽ പിന്നെയും കർത്താവ് പറയുന്നതാണ്, എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. യഹോവയായി ദൈവം പറയുകയാണ്, നിന്റെ പാപങ്ങൾ എന്താന്നേലും അതെനിക്കൊരു പ്രശ്നമല്ല, അതെനിക്കൊരു പ്രോബ്ലമല്ല. നീ എൻ്റെ അടുത്ത് വന്നാൽ മാത്രം മതി. നിന്റെ എത്ര വലിയ പാപമുണ്ടെങ്കിൽ ഞാനത് ക്ഷമിക്കും, ഞാനത് തുടച്ചു മായ്ച്ചു കളയും. നീ എൻ്റെ അടുത്തേക്ക് വന്നു. ഇത്ര വലിയൊരു വാഗ്ദാനം, ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം നമുക്കെന്താണ് ആവശ്യം? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധ ജനമേ, നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ അടുത്ത് നമുക്കിരുന്ന് നമ്മുടെ പാവങ്ങളെക്കുറിച്ച് നീ ഓർക്കാൻ വേണ്ട. ദൈവവുമായി നമുക്കൊരു ബന്ധം പുലർത്താം. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്? ദാരിദ്ര്യം, ദുഃഖം, വേദന, എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരിഹരിക്കാതെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്തുകൊണ്ടാണ് നമ്മുടെ പാവങ്ങളെ നമ്മൾ സാത്താൻ്റെ കൂട്ടാളികളാകരുത്? സാത്താൻ്റെ കൂട്ടാളികളാകരുത് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഉപകരണങ്ങളൊന്നും നാം ഉപയോഗിക്കരുത്. അതായത് ദേഷ്യം, കോപം, വൈരാഗ്യം, ദ്വന്ദ്വപക്ഷം, പക, ഇതെല്ലാം സാത്താൻ്റെ ഉപകരണങ്ങളാണ്. സാത്താൻ്റെ ഉപകരണങ്ങൾ നാം ഉപകരിക്കുമ്പോൾ സാത്താൻ നമ്മളുമായി ബന്ധപ്പെടുന്നു എന്നതാണ്. നമ്മളതെല്ലാം വിട്ടിട്ട് ദൈവത്തിൻ്റെ ഉപകരണമായ സ്നേഹം, സന്തോഷം, സമാധാനം ഇത് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ ദൈവത്തോട് ചോദിക്കൂ. നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. അല്ല, നമ്മുടെ ഭൗതികപരമായ ചില കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നിനക്ക് ലഭിക്കും. അപ്പം നാം മുമ്പേ അന്വേഷിക്കേണ്ടത്, നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? നമ്മുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ വീട്ടുകാര്യങ്ങളെക്കുറിച്ചും അതല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടി നീ സകലതും. ഒരു തീരുമാനം നമുക്ക് എടുക്കാം, ഞാൻ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരുമാണ്. കർത്താവിൻ്റെ രാജ്യവും നീതി എന്താണ്? അത് കർത്താവിനോട് അന്വേഷിക്കുക. കർത്താവെ, നിൻ്റെ രാജ്യവും നീതി എന്താണ്? നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക കർത്താവെ. നമുക്ക് നിഷ്കളങ്കമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് നിർത്തിയത് കർത്താവ് എല്ലാം നമുക്ക് സാധിച്ചു തരും. അതിന് കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.